Hello, my dear friends. Welcome to my YouTube channel Aspire Edu Tips by Anju. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്നതിനെക്കുറിച്ചാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻ. എന്താണ് ഡൈജഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ലളിതമായിട്ടുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റുകയും അത് എപ്രകാരമായിരിക്കണം? നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലും ഉള്ളതായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ? അതായത് ഇപ്പം മീറ്റ് പോലുള്ള ഹാർഡ് ഫുഡ് കഴിക്കുന്നുണ്ട്, ജ്യൂസസ് പോലുള്ള സിമ്പിൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഫുഡെല്ലാം തന്നെ ഇപ്പം നമ്മൾ മീറ്റ് പറഞ്ഞു, അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതേപോലെ അങ്ങ് അബ്സോർബ് ചെയ്ത് വയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ കഴിച്ച ഫുഡിനെ ചെറു ഘടകങ്ങളാക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും. വേണ്ടാത്തതിനെ എന്ത് ചെയ്യും? അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. എക്സ്ക്രീഷൻ്റെ ഫോമിൽ വിസർജ്യ വസ്തുക്കളായിട്ട് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ എപ്രകാരം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈജഷൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രം നടക്കുന്ന ഒരു പ്രൊസീജിയറാണോ? ഒരിക്കലും അല്ല. പ്ലാന്റ്സിനകത്തായാലും മറ്റ് ജീവജാലങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞതുപോലെ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടും സംഭവിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് ദ ഗിവൺ പിക്ചർ റിഗാർഡിംഗ് ദ സ്കൂൾ നോൺ മീൽ പ്രോഗ്രാം? അതായത് ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഇമേജാണ് തന്നിട്ടുള്ളത്. ഇത് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എ ന്യൂട്രീഷ്യസ് ഡയറ്റ് എൻഷുവേഴ്സ് യുവർ ഹെൽത്ത്. നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ് രീതി എന്ന് പറയുന്നത് എന്തുറപ്പാക്കുന്നു? ആരോഗ്യം അഥവാ ഹെൽത്ത് ഉറപ്പാക്കുന്നു. വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ന്യൂൺ മീൽ ലിസ്റ്റ് ഔട്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതികളിലൂടെ എന്തെല്ലാം ആഹാരങ്ങളാണ് കിട്ടുന്നത് അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മുമ്പായിരുന്നെങ്കിൽ കഞ്ഞി കിട്ടുമായിരുന്നു, അല്ല ഇപ്പോഴാണെങ്കിൽ എന്തുണ്ട്? സ്കൂളിൽ ചോറും മറ്റ് കറികളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെജിറ്റബിൾസ് വരുന്നുണ്ട്, അതേപോലെ പയർ പോലുള്ള ധാന്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡയറ്റിന് വേണ്ടിയിട്ടാണ്, നല്ല ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്തുറപ്പാക്കുന്നു എന്ന്? ഹെൽത്ത്, ആരോഗ്യം ഉറപ്പാക്കുന്നു. അതുകൊണ്ടാണ് നോൺ മീൽ പ്രോഗ്രാം വഴി നമുക്ക് സ്കൂളിലൂടെ എന്ത് ലഭിക്കുന്നത്? ഇത്തരത്തിലുള്ള ധാന്യങ്ങളും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയ ഫുഡ് നൽകുന്നത്. ഇനി അടുത്ത തന്നിരിക്കുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസും ന്യൂട്രിയൻസും അതിൻ്റെ ഫങ്ഷൻസും കണ്ടുപിടിക്കാനായിട്ടാണ്. അടുത്താണ് ഫുഡ് പ്ലേറ്റ്. എന്താണ് ഫുഡ് പ്ലേറ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദ ഗ്രോയിങ് ഏജ് ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. വളരുന്ന പ്രായം, അപ്പം നിങ്ങളുടെയൊക്കെ ഈ പ്രായം എന്ന് എന്താ? വളരുന്ന ഏജാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് വേണം? നിങ്ങൾക്ക് ഗ്രോത്തിന് ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം. എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വേണം? ദ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, cereals, milk and milk product, pulses, meat etc. should be included in the diet. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ധാന്യങ്ങളായാലും പാലുൽപ്പന്നങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഫ്രൂട്ട്സിനകത്തായാലും വെജിറ്റബിൾസിനകത്തായാലും എന്തുണ്ട്? ഒരുപാട് ക്വാണ്ടിറ്റീസിൽ വിറ്റാമിനും മിനറൽസും ന്യൂട്രിയൻസും അതേപോലെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇനി ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിന്. ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലേറ്റിൻ്റെ പിക്ചർ എന്നിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഹാഫ് ഓഫ് ദ പ്ലേറ്റും, പകുതി ഭാഗവും എന്തായിരിക്കണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം. പിന്നീട് എ ക്വാർട്ടർ ഓഫ് സെറിയൽസ്, നാലിലൊരു ഭാഗം എന്തായിരിക്കണം? ധാന്യങ്ങളായിരിക്കണം. എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ്, പിന്നെ നാലിലൊരു ഭാഗം എന്തായിരിക്കണം? പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകളായിരിക്കണം. പിന്നെയോ ഒരു ഗ്ലാസ് മിൽക്കും പാല് ഉൽപ്പന്നങ്ങളും അതിനോടൊപ്പം ഉൾപ്പെടുത്തണം. ഇതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന സങ്കല്പം.
അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വാണ്ടിറ്റീസിൽ ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ്ഫുൾ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ജങ്ക് ഫുഡ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിനകത്ത് എന്ത് കുറവായിരിക്കും? ന്യൂട്രീഷൻ വാല്യൂ വളരെ കുറവായിരിക്കും. നമുക്ക് വേണ്ട പോഷക ഘടകങ്ങളൊന്നും എന്ത് കിട്ടത്തില്ല, പക്ഷെ എന്ത് കൂടുതലായിരിക്കും? കാലറി കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ കാലറി കൂടുതലും നമുക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കാതെയും വരുമ്പോഴത്തേക്കും എന്തിന് കാരണമാവും? മാൽ ന്യൂട്രീഷൻ, അതായത് പോഷകങ്ങളുടെ അപര്യാപ്തത, അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയും മറ്റ് ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവും. പൊണ്ണത്തടി പോലുള്ള അസുഖങ്ങളൊക്കെ എപ്പോഴുണ്ടാവും? ഈ ജങ്ക് ഫുഡ് ധാരാളമായിട്ട് കഴിക്കുമ്പോൾ. ഇനി സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ അമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് എന്ത്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇതെന്തിന് കാരണമാവും? പ്രോബ്ലംസ് ലൈക്ക് ഫെറ്റിഗ്, ക്ഷീണം ഉണ്ടാവുക, പഠിക്കുമ്പോൾ അതിനകത്തേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, മെമ്മറി ലോസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ഒരു ഡയറ്ററി ഹാബിറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അടുത്തതാണ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ? Nutrition is the process by which organisms obtain and utilize food for nutrient from external environment. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അഥവാ ബാഹ്യമായ എൻവയോൺമെൻറ്റിൽ നിന്നും ഫുഡിനെ സ്വീകരിച്ചിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് 5 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻജഷൻ, സെക്കൻഡ് ഡൈജഷൻ, തേർഡ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ, ഫോർത്ത് വൺ അസിമിലേഷൻ, ഫിഫ്ത്ത് സ്റ്റേജ് ആൻഡ് ലാസ്റ്റ് വൺ ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇൻജഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡൈജഷൻ എന്ന് പറഞ്ഞാലോ നമ്മൾ ആ കഴിച്ച ആഹാരം ദഹിക്കുന്ന പ്രക്രിയയാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനൊക്കെ ആവശ്യമായതിനെ ആഗിരണം ചെയ്യുന്നു. ആഗിരണം ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ എങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നതിനെയാണ്. ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ബിക്കം മോർ കോംപ്ലക്സ് ആസ് വി മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് സ്ട്രക്ചേർഡ് ഓർഗാനിസംസ്. വാട്ടർ ബോഡീസിലൊക്കെ കാണപ്പെടുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് അമീബ. അപ്പോൾ അമീബ പോലുള്ളൊരു ജീവിയിൽ കാണപ്പെടുന്ന ന്യൂട്രീഷൻ ആയിരിക്കില്ല ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയുടെയോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Nutritional process of amoeba, a unicellular organism, and hydra, a multicellular organism, are given in illustration 2.1. Compare them and complete the table 2.2. നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള ഹൈഡ്രയുടെയും യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയുടെയും ന്യൂട്രീഷൻ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നാണ് നമുക്ക് നോക്കാം. നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് ന്യൂട്രീഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് എന്ന്. ഫസ്റ്റ് വൺ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഫൈനലി ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ്. അമീബയുടെ ന്യൂട്രീഷൻ രീതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദ ഫുഡ് പാർട്ടിക്കിൾസ് അമീബയുടെ അടുത്തേക്ക് എത്തുകയാണ്. ആ ഒരു ടൈമിൽ അമീബ ഫുഡിനെ എൻഗൾഫ് ചെയ്യുന്നു അഥവാ വിഴുങ്ങിയെടുക്കുന്നു. എന്തിൻ്റെ സഹായത്താൽ? സ്യൂഡോപോഡിയ അഥവാ കപടപാദം ഉപയോഗിച്ചാണ് ഇവർ ഫുഡിനെ എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് എൻഗൾഫ് ചെയ്തെടുക്കുന്നത്, വിഴുങ്ങിയെടുക്കുന്നത്. ഇനി ആ ഫുഡ് എവിടെയുള്ളത്? ഫുഡ് അതിൻ്റെ ഫുഡ് വാക്യൂളിനകത്താണ് ഉള്ളത്. ശേഷം ഇവരുടെ ബോഡിയിലുള്ള എൻസൈംസ് എന്ത് ചെയ്യും? ഈ വരുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും, ദഹിപ്പിക്കും. സെല്ലിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇൻ്റർ സെല്ലുലാർ അല്ല, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. ഡൈജഷൻ നടന്നതിന് ശേഷമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അഥവാ റെമനൻസ് അത് അതിൻ്റെ സെൽ സർഫസിലൂടെ എന്ത് ചെയ്യുന്നു? പുറംതള്ളുന്നു. ന്യൂട്രീഷൻ ഇൻ അമീബ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. അമീബ നിയർ ദ ഫുഡ്. അമീബ എന്ത് ചെയ്യാണ്? ഫുഡിൻ്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ? എൻഗൾ ദ ഫുഡ് ഇൻ ടു ദ സെൽ യൂസിങ് സ്യൂഡോപോഡിയ. അപ്പോൾ ഇവരുടെ ന്യൂട്രീഷൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് സ്യൂഡോപോഡിയ. അപ്പോൾ സ്യൂഡോപോഡിയ അഥവാ കപടപാദം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഫുഡിനെ വിഴുങ്ങിയെടുക്കുന്നു. ഫുഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂളിലേക്ക് എത്തുന്നു. ദെൻ സെല്ലിനകത്ത് വെച്ച് നടക്കുന്നതായ ഡൈജഷൻ ആയതുകൊണ്ട് ഇതിനെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നു. അതിനുള്ളിലുള്ള എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് ഫുഡിനെ ദഹിപ്പിക്കുന്നു. ബാക്കി വരുന്ന റെമനൻസ് സെൽ സർഫസിലൂടെ പുറത്തേക്ക് കളയുന്നു, എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്നു.
അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രയിലെ ന്യൂട്രീഷനാണ്. അപ്പോൾ ഹൈഡ്രയുടെ മൗത്ത് കഴിഞ്ഞിട്ട് മൗത്തിൽ നിന്ന് കാണപ്പെടുന്ന എക്സ്റ്റൻഷനെയാണ് നമ്മൾ ടെൻഡക്കിളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഡക്കിൾസ് ഉപയോഗിച്ചാണ് ഇവർ ഇര പിടിക്കുന്നത്. ഹൈഡ്ര ടെൻഡക്കിളുകളുടെ സഹായത്താൽ ഇരയെ എന്ത് ചെയ്യും? മരവിപ്പിക്കും. മരവിപ്പിച്ചതിന് ശേഷം വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആൻഡ് ക്യാരീസ് ഇറ്റ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ദ ബോഡി ക്യാവിറ്റി. തുടർന്ന് ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുണ്ട്. അപ്പോൾ അവയുടെ പ്രവർത്തനത്താൽ ശരീരത്തിൻ്റെ അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ഇവിടെ നടക്കുന്ന ദഹനം കോശബാഹ്യദഹനം അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഹൈഡ്രയുടെ കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായിട്ട് ദഹിച്ച ഫുഡിൻ്റെ ഘടകങ്ങളെ എന്ത് ചെയ്യും? ഫുഡ് വാക്യൂളിനകത്തുള്ള എൻസൈമുകൾ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശാന്തരിക ദഹനമാണ്. അതായത് ഹൈഡ്രയിൽ എങ്ങനെയാണ്? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. ഏതൊരു ജീവിയായാലും ബാലൻസ് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ എക്സ്പെൽ ചെയ്യേണ്ടേ? അതേപോലെ തന്നെ ഹൈഡ്രയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് വന്ന റെമനൻസ് അഥവാ അവശിഷ്ടങ്ങൾ എക്സ്പെൽഡ് ത്രൂ ദ മൗത്തിലൂടെ തന്നെ പുറന്തള്ളുന്നു. അപ്പോൾ ഹൈഡ്രയുടെ പ്രത്യേകത എന്താ? ഫുഡ് എൻ്റർ ചെയ്തതും റെമനൻസ് അഥവാ വേസ്റ്റ് മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്തത് പുറന്തള്ളുന്നതും ഏതിലൂടെയാണ്? മൗത്തിലൂടെയാണ്. ഹൈഡ്രയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ നോക്കാം. അമീബയുടെയും ഹൈഡ്രയുടെയും ന്യൂട്രീഷനെ കുറിച്ചൊരു കമ്പാരിസൺ നോക്കാം. ബോഡി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അമീബ യൂണിസെല്ലറാണ്, ഹൈഡ്ര മൾട്ടി സെല്ലറാണ്. ആഹാര സ്വീകരണ രീതി മീൻസ് ടു ഹെൽപ്പ് ഇൻജഷൻ എന്ന് പറയുമ്പം അമീബയിലെ സ്യൂഡോപോഡിയ അഥവാ കപടപാദം, ഹൈഡ്രയിൽ ടെൻഡക്കിൾ. ഇനി എവിടെയാണ് ഡൈജഷൻ നടക്കുന്നത്? അമീബയിലാണെങ്കിൽ സെല്ലിനകത്ത് ഇൻസൈഡ് ദ സെല്ലാണ്. എന്നാൽ ഹൈഡ്രയിലോ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സെൽ, അകത്തും നടക്കുന്നുണ്ട് പുറത്തും ദഹനം നടക്കുന്നുണ്ട്. ദെൻ ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ് അമീബയിൽ സെൽ സർഫസിലൂടെയും ഹൈഡ്രയിൽ മൗത്തിലൂടെയുമാണ് ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ് നടക്കുന്നത്. ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.